എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ ഇമ്പിൾ ടൗൺ കാണിക്കും. അവിടെയാണെങ്കിൽ നമ്മുടെ പ്രിൻസസ് അവൾ ഒരുപാട് ടെൻഷൻ അടിച്ച് അങ്ങനെ ആ മാനേജറിനെ നോക്കി നിൽക്കുകയാണ്. മാനേജർ ആണെങ്കിൽ സീ പ്രിസൺ സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഹാൻഡ് കഫ് അത് പ്രിൻസസിന്റെ നേർക്ക് നീട്ടിയിട്ട് പറയും, ഇത് കയ്യില് ഇട്ടേ പറ്റൂ. പ്രിൻസസിന്റെ ഹാർട്ട് ബീറ്റ് അത് കൂടി കൂടി വരും. അത് കയ്യിലിട്ട് കഴിഞ്ഞാൽ അവളുടെ പവർ അത് വർക്കാവില്ല. കയ്യിലിടാതിരിക്കാനായിട്ട് യാതൊരു വഴിയുമില്ല. കയ്യിലിട്ട് കഴിഞ്ഞാൽ അവളുടെ ബോഡി മുഴുവൻ ചെക്ക് ചെയ്ത് ലൂഫിയെ അവര് കണ്ടുപിടിക്കും. പ്രിൻസസ് ക്യൂട്ടായിട്ട് ഇപ്പൊ അവരെ നോക്കും. പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഹേർട്ട് ചെയ്യരുതെന്ന് പറഞ്ഞ് അങ്ങനെ സ്മൈൽ ചെയ്യും. അവളുടെ ആ ഒരു സൗന്ദര്യത്തില് ഒരു സെക്കൻഡ് ആ CCTV നോക്കിക്കൊണ്ടിരുന്നവരും അങ്ങനെ എല്ലാവരും മതിമറന്നു നിൽക്കും. അടുത്ത നിമിഷം അവളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാവരെയും കല്ലാക്കി മാറ്റുകയാണ്. ആ ട്രാൻസ്പോർട്ടർ സ്നെയിൽ അതുൾപ്പെടെ ഇപ്പൊ കല്ലായി മാറും. ഉടനെ ലൂഫി അവൻ പുറത്തേക്ക് ചാടി ഇറങ്ങും. അവൻ പറയും, താങ്ക് യു വെരി മച്ച്. ആക്ച്വലി നീ വലിയൊരു സഹായമാണ് ചെയ്തത്. അവള് പറയും, എനിക്ക് നിന്നെ ഇനിയും സഹായിക്കണം എന്ന ആഗ്രഹമുണ്ട്. നിന്റെ കൂടെ വരണമെന്ന് ഒരുപാട് ആശയുണ്ട്. പക്ഷെ ഈ സീ പ്രിസൺ സ്റ്റോൺ അത് കയ്യിലിടാതെയും ഈ വലിയ കോട്ട് അത് ഊരി വെച്ചൊക്കെ വേണം എനിക്ക് അകത്തേക്ക് വരാൻ. സോ എനിക്കിപ്പോ നിന്നോടൊപ്പം അകത്തേക്ക് വരാൻ പറ്റില്ല. അതിന് ലൂഫി പറയും, കുഴപ്പമില്ല, നീ ഇത്രയും ചെയ്തു തന്നെ വലിയ കാര്യമാണ്. താങ്ക് യു വെരി മച്ച്. അവള് പറയും, വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് ഇത് വളരെ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലമാണ്. ഇൻ കേസ് പെട്ടുപോയ നിന്നെ ഒരു ഞോട്ടിയടയിൽ ഇവിടെയുള്ള ഏതെങ്കിലും സെല്ലിൽ അടച്ച് കൊന്നുകളയും. ഒരു പോറൽ പോലും പറ്റാതെ നീ തിരികെ വരുമെന്ന് എനിക്ക് വാക്ക് തരണമെന്ന് പറഞ്ഞ് അവളിപ്പോ കൈ നീട്ടും. ലൂഫി ഉടനെ അവളുടെ കൈ പിടിച്ച് അവളുടെ പേര് വിളിക്കും. താങ്ക് യു വെരി മച്ച്. നീ എന്നെ ശരിക്കും സഹായിച്ചു. തീർച്ചയായിട്ടും ഞാൻ തിരികെ വരുന്നു പറഞ്ഞ് അവനിപ്പോ അവളോട് യാത്ര പറയും. ലൂഫി അവളുടെ കയ്യിൽ തൊട്ട് അവളുടെ പേര് വിളിച്ചതും അവളങ്ങനെ പ്രണയ പരവശയായി ആടിത്തുള്ളി ചെറുതായിട്ട് ഡാൻസ് ഒക്കെ കളിക്കാൻ തുടങ്ങും. ലൂഫി പറയും, ഡാൻസ് ഒക്കെ പിന്നെ നീ എത്രയും പെട്ടെന്ന് ഇവരെ നോർമലാക്ക്. ഞാൻ എന്റെ ബ്രദറിനെ തേടി അകത്തേക്ക് പോവാണെന്ന് പറഞ്ഞ് അവരിപ്പോ പോവാൻ തയ്യാറാവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വാർഡനും ക്യാപ്റ്റനും അവർ രണ്ടുപേരും പ്രിൻസസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പോഴായിരിക്കും ആ വാർഡൻ ഒരു കോള് വരിക. ആൾ ആ കോൾ അറ്റൻഡ് ചെയ്യും. അപ്പൊ ഓപ്പോസിറ്റ് ഉള്ള ആള് പറയും, ഗസ്റ്റ് റൂമിലുള്ള ക്യാമറയ്ക്ക് എന്തോ സംഭവിച്ചു, അത് കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. വാർഡൻ ടെൻഷനായിട്ട് ഇപ്പൊ ഡോർ നോക്ക് ചെയ്യാൻ തുടങ്ങും. കതക് തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിച്ച് അകത്തേക്ക് വരും. അടുത്ത നിമിഷം പ്രിൻസസ് അവൾ കതക് തുറന്ന് പുറത്തേക്ക് വരികയാണ്. അവളുടെ തൊട്ടു പിന്നിലായി മാനേജർ നോർമലായി നടന്നു വരും. മാനേജറിനാണെങ്കിൽ അവള് കല്ലായി മാറിയത് ഒന്നും ഓർമ്മയില്ല. അവൾ ചോദിക്കും, എന്തു പറ്റി, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഞാൻ ലേറ്റ് ആയോ? ഉടനെ വാർഡൻ പറയും, കുഴപ്പമൊന്നുമില്ല, നീ ഓക്കെ അല്ലേ, നമുക്ക് പോവാന്ന് പറഞ്ഞ് അവരെല്ലാവരും എലവേറ്ററിലേക്ക് കയറി വാർഡ് 4ലേക്ക് പോവും. അപ്പൊ തൊട്ട് മുകളിലായി ലൂഫിയും അവരെ ഫോളോ ചെയ്ത് മുകളിൽ റൂഫിലായിട്ട് അങ്ങനെ അള്ളിപ്പിടിച്ചിരുന്ന് മുൻപോട്ടേക്ക് പോവും. ആ എലവേറ്ററിന്റെ ഡോറ് അത് പതിയെ ക്ലോസ് ആവും. ഉടനെ ലൂഫി അവൻ ഇടം കണ്ടിട്ട് ഒളിച്ചും പാത്തും നമ്മുടെ പ്രിൻസസിനെ നോക്കും. അവള് കണ്ണുകൊണ്ട് അവനോട് ബെസ്റ്റ് ഓഫ് ലക്ക് പറയും. അതിന് ലൂഫി അവനാണെങ്കിൽ ചുണ്ടുകൊണ്ട് താങ്ക്സും. അവള് വീണ്ടും അതിലങ്ങനെ അലിഞ്ഞ് ആ എലവേറ്ററിലൂടെ പതിയെ മുകളിലേക്ക് കയറുകയാണ്. ലൂഫി ആണെങ്കിൽ അവരെ വിബ്രൂ കാർഡ് കയ്യിലെടുക്കും. അതിനുശേഷം അത് ഏത് ലൊക്കേഷനിലേക്കാണ് പോകുന്നതെന്ന് ചെക്ക് ചെയ്യും. എയ്സ് എവിടെയാണെന്ന് മനസ്സിലാക്കിയ ലൂഫി അവനും അതേ ഡയറക്ഷനിലേക്ക് പോകാൻ തുടങ്ങും. കട്ട് ചെയ്ത അണ്ടർ വാട്ടറിൽ ഇപ്പൊ ഒരുപാട് സീ മോൺസ്റ്റേഴ്സിനെ ഒക്കെ വെട്ടി കശാപ്പ് ചെയ്ത് ഫുഡാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ പ്രിൻസസ് അവളാണെങ്കിൽ ഇപ്പൊ ഓരോ ഫ്ലോറിലൂടെ ആ എലോവേറ്റർ വഴി പോവും. വാർഡനാണെങ്കിൽ ഓരോ ഫ്ലോറുകളിലും എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് അവർ കൊടുക്കുന്ന ട്രീറ്റ്സ്, അതൊക്കെ കറക്റ്റ് ആയിട്ട് പറയും. വാർഡനാണെങ്കിൽ ഓരോ ലെവലുകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവരിപ്പോ പോകുന്നത് 4th ലെവലിലേക്കാണ്. അവിടെ ഭീമാകാരനായ ഒരു ചട്ടി അതില് വെള്ളം തിളപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ചെക്കൻ അവൻ ആ വിബ്രൂ കാർഡ് ഉപയോഗിച്ച് എയ്സിനെ അന്വേഷിച്ച് പോവാണ്. മറ്റൊരു ഭാഗത്ത് പ്രിസണേഴ്സ് അവര് തമ്മില് ഇപ്പൊ ഭയങ്കര വഴക്ക്. അവർക്കിടയില് ഒരേ ഒരാള് ആളാണെങ്കിൽ ആ ജയിലിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബഗ്ഗി. അവൻ ബാക്കിയുള്ള ക്രിമിനൽസിനെ നോക്കി ടാറ്റയൊക്കെ കാണിച്ച് അവിടുന്ന് ഓടിപ്പോവും. ബഗ്ഗിയാണെങ്കിൽ രക്ഷപ്പെട്ട സന്തോഷത്തില് കാവടി തുള്ളി ആ ഫ്ലോറിൽ കൂടെ ഓടുകയാണ്. ബഗ്ഗിയെ കൊണ്ട് അവന്റെ സെല്ലിൽ നിന്ന് വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടാൻ കഴിഞ്ഞു. പക്ഷേ ആ ഒരു വലിയ കോട്ടയ്ക്കകത്ത് നിന്ന് അവനെ കൊണ്ട് പുറത്തേക്ക് വരാനാവില്ല. അവൻ അല്പദൂരം മുൻപോട്ട് പോകുമ്പോഴായിരിക്കും ഒരു സ്നെയില് അവന്റെ തൊട്ട് മുൻപിൽ കാണാം. ബഗ്ഗി പഠിച്ച പണി 18 നോക്കിയിട്ടും അതിന്റെ കണ്ണ് വെട്ടിക്കാൻ അവനെ കൊണ്ടാവില്ല. കുഴപ്പമില്ല, എന്ത് വരട്ടെ എന്ന് പറഞ്ഞ് അവനിപ്പോ ആ സ്നെയിലില് ഒരു ഹായ് ഒക്കെ കാണിച്ച് മുൻപോട്ടേക്ക് ഓടും. അടുത്ത നിമിഷം എല്ലാ ഭാഗത്തേക്കും ഇൻഫർമേഷൻ പാസ് ആവുകയാണ്. ബഗ്ഗി രക്ഷപ്പെട്ട കാര്യം അവിടെ വലിയ ശബ്ദത്തില് അനൗൺസ് ചെയ്യും. അത് കേട്ട് ബാക്കിയുള്ള പ്രിസണേഴ്സിന് ഭയങ്കര സന്തോഷം. കാരണം ബഗ്ഗി അവൻ ഒറ്റയ്ക്ക് വമ്പൻ
ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ടാണ് അവിടുന്ന് രക്ഷപ്പെട്ടു പോയത്. അവൻ തിരികെ എത്തിയാൽ ഉടനെ നമുക്കവനെ ഇടിച്ചീഞ്ച പരുവാക്കണമെന്ന് അവർ പരസ്പരം പറയും. ആ ഫ്ലോറിലൂടെ ഇപ്പൊ ഒരുപാട് പേര് ബഗ്ഗിയെ പിടിക്കാൻ പാഞ്ഞു നടക്കുകയാണ്. അതേസമയം ലൂഫി അവനാണെങ്കിൽ ഇപ്പൊ ഡെഡ് എൻഡിന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. വിബറൂക്കാട് വീണ്ടും വീണ്ടും താഴേക്ക് തന്നെയായിരിക്കും വഴി കാണിക്കുക. അവൻ ആ ഡോർ എങ്ങനെ ഓപ്പൺ ചെയ്യും എന്നാലോചിച്ച് തലവേദനിച്ചിരിക്കുമ്പോഴായിരിക്കും കുറച്ച് നേവി സോൾജേഴ്സ് അവരവിടേക്ക് വന്ന് ബഗ്ഗിയെ അന്വേഷിക്കാൻ ആ ഡോർ തുറക്കുക. അവർ ആ ഡോർ തുറക്കുന്ന ഗ്യാപ്പില് ലൂഫിയാണെ മുകളിലൂടെ അകത്തേക്ക് കയറി പറ്റും. ലൂഫി ആണെങ്കിൽ താഴേക്ക് നോക്കും. അവിടെ ഒരുപാട് പ്രിസണേഴ്സിനെ ആ നേവി സോൾജിയേഴ്സ് പണിഷ് ചെയ്യാണ്. അവൻ അധിക നേരം അത് നോക്കി നിൽക്കാതെ മുൻപോട്ട് പോകും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിലായി മറ്റാരോ ഒരാൾ ബഹളം വെച്ച് ഓടുന്നത് അവൻ കാണും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ബഗ്ഗി. അവർ രണ്ടുപേരും ഇപ്പൊ ഉള്ളത് ഒരേ സ്ഥലത്താണ്. ബഗ്ഗി ആണെങ്കിൽ ആ മിലിറ്ററി സോൾജേഴ്സിനെ കാണാതെ ഓരോ ഭാഗത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ബഗ്ഗി ഓടുന്നതിനിടയിൽ അവന്റെ കൈ തട്ടി ഇപ്പൊ ഒരു സ്വിച്ച് അമരാണ്. അതൊരു എമർജൻസി സ്വിച്ച് ആണ്. അതിന്റെ റിഫ്ലക്ഷൻ അത് സംഭവിക്കുന്നത് ലൂഫിയുടെ അടുത്തായിരിക്കും. അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ഷാർപ്പായിട്ടുള്ള പാഡുകള്, വലിയ വലിയ കട്ടകള്, അതെല്ലാം തന്നെ ഇപ്പൊ ലൂഫിക്ക് നേരെ പുറഞ്ഞ വീഴും. ലൂഫി സർവ്വശക്തിയും കയ്യിലെടുത്ത് ഓരോ ഭാഗത്തേക്ക് വെട്ടിത്തിരിഞ്ഞ് അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകും. പക്ഷെ എന്താ, ലൂഫി അവിടെയുള്ള ചില സെക്യൂരിറ്റി ഗാർഡ്സ് അവർ കാണുകയാണ്. ലൂഫി ജീവനും കയ്യിലെടുത്ത് ബിസിനസിനെ ലോക്ക് ചെയ്ത സെല്ലിന്റെ മുൻപിലൂടെ ഓടും. അപ്പോഴായിരിക്കും ഏതോ ഒരുത്തൻ അവൻ ലൂഫിയെ കണ്ട് നിൽക്കാൻ പറയും. മറ്റൊരു ഭാഗത്ത് ബഗ്ഗി, അവന്റെ പിന്നിലും ഒരുപാട് സോൾജിയേഴ്സ് ഉണ്ട്. അവനും എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറഞ്ഞ് അവിടുന്ന് ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ ലൂഫിയോടാണെങ്കിൽ ആ പ്രിസണേഴ്സ് ചോദിക്കും, നീ എങ്ങനെയാ പുറത്ത് കടന്നേ? ഞങ്ങളെ കൂടെ രക്ഷിച്ചൂടെ? ഞങ്ങൾ ഇവിടെ പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കും എങ്ങനെയെങ്കിലും പുറത്തേക്ക് കടക്കണം. ഉടനെ ലൂഫി പറയും, നിങ്ങൾ ആരെങ്കിലും മിസ്റ്റർ എയ്സിനെ കണ്ടിരുന്നോ? ഞാൻ അവനെ രക്ഷിക്കാനാണ് ഇവിടേക്ക് വന്നത്. അവനത് പറയേണ്ട താമസം അവര് പൊട്ടിച്ചിരിക്കുകയാണ്. അവര് പറയും, അവൻ ഫ്ലോർ നമ്പർ 5-ലാണുള്ളത്. അവനെ കൊണ്ടുവന്നിട്ട് അധിക നേരമൊന്നും ആയിട്ടില്ല. ഒരു കാര്യം നീയല്ല മറ്റാര് വിചാരിച്ചാലും അവനെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ ആർക്കും പറ്റില്ല. ലൂഫി ആണെങ്കിൽ ലെവൽ 5 എന്ന് കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. കാരണം ലെവൽ 4 വരെ മാത്രമേ ലൂഫി കേട്ടിട്ടുള്ളൂ. അവരാണെങ്കിൽ വീണ്ടും ഇപ്പൊ ലൂഫിയോട് റിക്വസ്റ്റ് ചെയ്യും, പ്ലീസ് നീ എങ്ങനെയെങ്കിലും ഞങ്ങളുടെ സെല്ലിന്റെ കീ അത് അടിച്ചു മാറ്റി ഞങ്ങൾക്ക് കൊണ്ടുവന്ന് താ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടോട്ടെ എന്ന് പറയുമ്പോഴായിരിക്കും ബഗ്ഗിയും ആ സെക്യൂരിറ്റി ഗാർഡ്സും അവറ്റകള് ഇപ്പൊ അവിടേക്ക് ഓടിയെത്തുക. അവരെ കാണേണ്ട താമസം ആ പ്രിസണേഴ്സ് പറയും, നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടിക്കോ, അവരുടെ കണ്ണിൽപ്പെട്ട ഉറപ്പായിട്ടും നിന്നെ അവർ അറസ്റ്റ് ചെയ്യും. ലൂഫി ആണെങ്കിൽ ജീവനും കൊണ്ട് ഓടും. അപ്പോഴേക്കും ആ സോൾജേഴ്സ് അവര് ബഗ്ഗിയെ രണ്ടായിട്ട് വെട്ടും. ബഗ്ഗിക്കാണെങ്കിൽ ആ ഡെവൽ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവനവന്റെ ബോഡി അത് വീണ്ടും ഒന്നാക്കി മാറ്റി മുൻപോട്ട് ഓടും. ബഗ്ഗി ക്യാഷ്വലായിട്ട് ഒന്ന് ലൂഫിയെ നോക്കും. അവൻ ഷോക്കാവും. ബഗ്ഗി ചോദിക്കും, നീ എങ്ങനെ ഇവിടെ എത്തി? നിന്നെയും ഇവർ അറസ്റ്റ് ചെയ്തല്ലേ? ബഗ്ഗിക്കാണെങ്കിൽ ലാസ്റ്റ് ലൂഫിയുടെ കയ്യിൽ നിന്ന് അടി കിട്ടിയ ആ ഒരു കാര്യം മാത്രമായിരിക്കും അവന്റെ ഓർമ്മയിലുണ്ടാവുക. സത്യം പറയ്, നീ എങ്ങനെ ഇവിടെ എത്തിയേ? നിന്നെയും ഇവർ അറസ്റ്റ് ചെയ്തോ? അതോ നീ എന്നെ രക്ഷിക്കാനാണോ ഇവിടേക്ക് വന്നേ? അതിന് ലൂഫി, നിന്നെ രക്ഷിക്കാനോ? അതിന്റെ ആവശ്യം എനിക്കില്ല. നീ കാരണം ഇപ്പൊ ഞാനും ട്രാപ്പിൽ ചെന്ന് പെട്ടിരിക്കുകയാണ്. അങ്ങനെ 150 പറഞ്ഞ് 100 പറഞ്ഞ് അവർ രണ്ടുപേരും പരസ്പരം ചീത്ത വിളിച്ച് ഓടി വരും. അപ്പോഴായിരിക്കും മുൻപില് മറ്റൊരു ടീം. ലൂഫി ബഗ്ഗിയോട് പറയും, ഇപ്പൊ നമ്മുടെ മുൻപിൽ ഫൈറ്റ് ചെയ്യല്ലാതെ മറ്റൊരു വഴിയുമില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ലൂഫി പറഞ്ഞത് കേട്ട് ഇപ്പൊ ബഗ്ഗിയും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. അവർ രണ്ടുപേരും ചേർന്ന് ആഞ്ഞടിച്ച് ആ വില്ലന്മാരെ അവരെ ദൂരത്തേക്ക് തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.